കൊല്ലങ്കോട് പയ്യന്നൂർ ശ്രീ പുരട്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം മാർച്ച് 25-ന്. മാർച്ച് 18 മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ബുധനാഴ്ച വൈകുന്നേരം സന്ധ്യാദീപാരാധനയോടെയാണ് തുടക്കം. 25 വരെ ദൈവിക പരിപാടികൾ തുടരും. നല്ല രീതിയിൽ 96-ലും 1996 ആദ്യത്തെ കുംഭാഭിഷേകം, 2011 രണ്ടാമത്തെ കുംഭാഭിഷേകം, ഇതിപ്പോൾ 2024 മൂന്നാമത്തെ കുംഭാഭിഷേകം വളരെ അനുചിതമായിട്ട് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചതിൻ്റെ മുഖ്യ കാരണക്കാർ ഈ ദേശത്തിന് വിട്ടുപോയവരും പുറം രാജ്യങ്ങളിലും ഈ ഭാരതത്തിന് പുറത്തും ഉള്ളവരുടെ സഹായ സഹകരണം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഇപ്പോൾ കാണുന്ന അമ്പലമായിട്ട് നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത്. ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ചെമ്പോല പതിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കുകയും ഇത് ദേശത്തിലെ ആൾക്കാരോടും അതേപോലെ തന്നെ അടിമകളുടെ സഹായം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്ന് നിലനിന്നത്. ഇപ്പോൾ 5 തലമുറയായിട്ട് ഇപ്പോൾ പൂജ ചെയ്യുന്നത് വൈഷ്ണവ സമ്പ്രദായത്തിൽ പൂജയായതുകൊണ്ട് ഇടക്കാലത്ത് നമ്മളത് ചോദിച്ച് ദൈവത്തിന് തൃപ്തിയാണോന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സമ്പ്രദായത്തിൽ കുംഭാഭിഷേകം നടത്താൻ തീരുമാനിച്ചത് 96 മുതൽ. അപ്പോൾ 96-ൽ തുടങ്ങിയ ശേഷം അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളൂ. മേൽക്കുമേൽ അഭിവൃദ്ധിയെ 2011 കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം അഭിവൃദ്ധിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നെല്ലിശ്ശേരി ശ്രീനിവാസ ഭട്ടാചാര്യരുടെയും ക്ഷേത്രം പൂജാരി ബ്രഹ്മശ്രീ പയ്യലൂർ ശ്രീനിവാസ ഭട്ടാചാര്യരുടെയും കാർമ്മികത്വത്തിലാണ് വൈഖാനസ ഭഗവത് ശാസ്ത്രപ്രകാരം ജീർണോദ്ധാരണ അഷ്ടബന്ധന പുനഃപ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം നടത്തുന്നത്. മാർച്ച് 25-ന് രാവിലെ ഗണപതി ഹോമത്തോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. വിവിധ പൂജകൾക്ക് ശേഷം 9:30-ന് പുരട്ടിയിൽ ഭഗവതിക്കും ഭദ്രകാളിക്കും പരിവാര ദേവതകൾക്കും മഹാകുംഭാഭിഷേകം, തുടർന്ന് അന്നദാനവും നടത്തും. പിന്നീട് ഭദ്രകാളിക്ക് ചാന്താട്ടവും ഗുരുതി പൂജയും കാഴ്ചശീവേലിയും. പ്രസിഡന്റ് രാമചന്ദ്രൻ, ഡോക്ടർ വിശ്വനാഥൻ, ശശിധരകുമാരൻ, നെല്ലിശ്ശേരി ശ്രീനിവാസ ഭട്ടാചാര്യ, പയ്യലൂർ ശ്രീനിവാസ ഭട്ടാചാര്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.